കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ICMR മാനദണ്ഡപ്രകാരം 2ാം ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി രോഗിക്ക് നൽകി. രോഗബാധിതന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള ആരോഗ്യ പ്രവർത്തകയുടെ 2ാം പരിശോധനാ ഫലവും നെഗറ്റീവാണ്. അതിനിടെ കോഴിക്കോട് അതിഥി തൊഴിലാളിക്ക് മലേറിയ സ്ഥിരീകരിച്ചു. അനീഷ് കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോഴും വഷളായി നിൽക്കുകയാണോ? വെന്റിലേറ്ററിൽ കഴിയാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. എന്താണ് ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കിട്ടുന്ന റിപ്പോർട്ട്? ഹരി, ഫറൂഖ് കോളേജ് സ്വദേശിയായ 43-കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് ഏതാണ്ട് ഒരാഴ്ചയോട് അടുക്കുകയാണ്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്നും വ്യക്തമാക്കുന്നത്. വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നത്. ICMRൻ്റെ മാനദണ്ഡപ്രകാരമുള്ള 2ാം ഡോസ് ആൻറ്റിബോഡി ഡോസ് മോണോക്ലോണൽ ആൻറ്റിബോഡി എന്ന മരുന്നിൻ്റെ 2ാം ഡോസ് നൽകിയെങ്കിൽ പോലും ഇപ്പോഴും യാതൊരു തരത്തിലുമുള്ള പുരോഗതി രോഗിയിൽ അത് ദൃശ്യമാക്കുന്നില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൽ നിന്നും രോഗം മറ്റുള്ളവരിലേക്ക് പടർന്നിട്ടില്ല എന്നതാണ് ആശ്വാസം നൽകുന്ന ഏക ഘടകം. പ്രത്യേകിച്ചും അദ്ദേഹവുമായി അടുത്തിടപഴകിയ ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ളവർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള ഒരു ആരോഗ്യ പ്രവർത്തകയുടെ 2ാമത്തെ ഫലവും നെഗറ്റീവായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം നിരീക്ഷണത്തിനായി അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അടക്കമുള്ളവരുണ്ട്. അവരിൽ ഏറ്റവും അടുത്ത 2 പേര് രോഗലക്ഷണങ്ങളൊന്നും പ്രകടമാക്കാത്ത സാഹചര്യത്തിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇവരുടെ 2 പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ് ആവുകയും ചെയ്തിരുന്നു. ഒപ്പം ഇദ്ദേഹത്തുമായി അടുത്ത ബന്ധം പുലർത്തിയ ശേഷം സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുകയും നിരീക്ഷണത്തിലാവുകയും ചെയ്ത ഒരാളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിന് വേണ്ടിയാണ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്രവ പരിശോധന വൈകാതെ നടക്കുകയും ചെയ്യും. ഇതോടെ 6 പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഒപ്പം പുതുതായി ഒരു കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നതാണ് ആശ്വാസം. 103 പേരാണ് ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 78 പേരുടെ സമ്പർക്ക പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം പോയ സ്ഥലങ്ങളും ഇടപഴകിയ സാഹചര്യങ്ങളും കണക്കാക്കി ഈ സമ്പർക്ക പട്ടിക വിപുലീകരിക്കുകയായിരുന്നു. ഇപ്പോൾ 104 പേരാണ് അദ്ദേഹവുമായി സമ്പർക്കം നടത്തിയവരുടെ കൂട്ടത്തിലുള്ളത്. ഇതിൽ 4 പേർ ഉയർന്ന റിസ്കിലുള്ള ഹൈ റിസ്ക് പട്ടികയിൽപ്പെടുന്നതും 85 പേർ കുറഞ്ഞ റിസ്ക്കുള്ള വിഭാഗത്തിൽ പെടുന്നതുമാണ്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതിനായി കേന്ദ്ര സംഘം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോടുണ്ട്. അവർ ഇദ്ദേഹത്തെ ആദ്യം പ്രവേശിപ്പിച്ച ഫറൂഖിലെ ആശുപത്രിയിലടക്കം പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിപുലമായ ബോധവൽക്കരണ പരിപാടികളും സർവേ നടപടികളും ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇതിനൊപ്പമാണ് ജില്ലയിൽ അല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തിൽ തന്നെ ഈ മലേറിയ സ്ഥിരീകരിച്ചു എന്ന വിവരങ്ങളും പുറത്തു വരുന്നത്. മധ്യപ്രദേശിൽ നിന്നും കേരളത്തിലെത്തിയ അതിഥി തൊഴിലാളിക്കാണ് ഈ മലേറിയ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം മെയ് അവസാന വാരമാണ് കോഴിക്കോട് എത്തിയത്. ജൂൺ 8 പനിയും മറ്റ് മലേറിയയുടെ ലക്ഷണങ്ങളും പ്രകടമാക്കുകയും പിന്നീട് നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹത്തിന് മലേറിയ സ്ഥിരീകരിക്കുകയും ചെയ്തത്. എന്തായാലും അദ്ദേഹം മധ്യപ്രദേശിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ ആളാണ്. അതുകൊണ്ട് രോഗത്തിൻ്റെ ഉറവിടം കേരളമല്ല, മധ്യപ്രദേശാണ് എന്നൊരു സ്ഥിരീകരണത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഈ രോഗബാധിതനായ ആൾ കക്കോടിയിലെ താമസ സ്ഥലത്തിപ്പോൾ ചികിത്സ തുടരുകയാണ്. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിൽ നടക്കാവിലും മലേറിയ കേസ് ഒരെണ്ണം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതും ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ തൊഴിലാളികളാണ് കേസ് റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. ഹരി, വ്യക്തമാണ്. അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.